ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തതും ഒരു റമദാൻ വ്ളോഗാണ് കേട്ടോ. എന്നും റമദാൻ വ്ളോഗ് നിങ്ങൾ ഇടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തത് ഒരു റമദാൻ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആക്കാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കിച്ചണിൽ കയറിയപ്പോൾ കുറച്ച് ടൈം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ എണീച്ചപ്പോഴേക്കും 4:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നിസ്കരിച്ച് കിച്ചണിൽ കയറിയപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ ചായ വെച്ചിരിക്കുന്നത് മക്കൾ എണീച്ച് വന്നു കഴിഞ്ഞാൽ എന്തായാലും ചായ വേണ്ടി വരും. അപ്പോൾ ചായ ഒന്നിച്ചങ്ങ് റെഡിയാക്കി കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കൂർക്ക അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അപ്പം പത്തിരി ഇതൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഡെയിലി അതന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും ആർക്കും വേണ്ട. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മക്കളും തന്നെ ഈ എണ്ണക്കടിയും ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർക്കും ഒന്നും വേണ്ട കേട്ടോ. ഒരു പൊട്ടോ ഒന്നോറ്റ് കഴിച്ചു, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അതും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ എന്തിനാ പിന്നെ ഉണ്ടാക്കണേ, ചോറ് വെക്കാൻ വിചാരിച്ചിട്ട് ചോറാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പേരി ആയിട്ട് ഇതാ കൂർക്കയും കറുകത്തും പാടെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ നമുക്ക് വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ചോറ് പകലൊന്നും കഴിക്കാത്തതുകൊണ്ട് രാത്രിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര പൂതിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ചോറ് എനിക്ക് പിന്നെ ചോറ് ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് തുറന്നാലും ഞാൻ ചോറ് കഴിക്കും. ചിലവരുണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചോറ് കഴിച്ചാൽ പോകൂല പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് ഇഷ്ടമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കൂർക്കയ്ക്ക് ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കറുകത്തും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പണിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും സ്നാക്സ് ഉണ്ടാക്കണം, ജ്യൂസ് അടിക്കണം, അതിൻ്റെയൊക്കെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ടൈം വൈകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ കറുകത്ത് ഞാൻ കട്ടാക്കിങ്ങാണ്ട് കഴുകി അതാദ്യം അങ്ങ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചോറ് കുക്കർ ഒഴിവായിട്ട് പിന്നെ ചോറ് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറുകത്തൊക്കെ കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കൂർക്കയും കൂടെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേറൊന്നും ഇതാക്കുന്നില്ല കേട്ടോ. പച്ചമുളകും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് തൂമിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ ആണെങ്കിൽ പിന്നെ കറിയൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. എനിക്ക് നല്ല മക്കൾക്കും ഇഷ്ടമല്ല, അവരും കഴിക്കൂല കേട്ടോ കറി. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ എന്താ പറയുക, അതിലേക്കുള്ള മുളകൊക്കെ ഇട്ട് കൊടുത്തെങ്ങാണ്ട് അത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് കേൾക്കണില്ലേ, ഇവാനി അയാനക്കുട്ടിമ്പാട് അടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാട്ട് കേൾക്കണമെങ്കിൽ കുറച്ച് ടൈം കഴിയണം. അപ്പോൾ ഒരു ഗ്യാസിൽ ഞാൻ കുക്കറിൽ കൂട്ടാൻ വെച്ചിട്ടുണ്ട്, മറ്റേ ഗ്യാസിൽ ഇതാ കുറച്ച് ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്നാക്സിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ബാക്കി ഉള്ളത് കരുതിയിട്ടോ. അത് പിന്നെ ഡെയിലി ഇങ്ങനെ കുറച്ച് എടുത്തെങ്ങാണ്ട് വേവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ. ഇനിയിപ്പോൾ അതാ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കോട്ടുവായൊക്കെ ഇട്ടുങ്ങാണ്ട് അയാനെക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ കുറച്ച് മുമ്പ് തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്കുള്ള ചായ കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതും കുടിച്ചിങ്ങാണ്ട് അവിടെ കുറച്ച് നേരം കളിക്കിയതാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ഇരുന്നോളും. എണീച്ച് വന്ന് കുട്ടിയെ എണീച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സീനില്ല കേട്ടോ. കരഞ്ഞങ്ങാണ്ട് എണീച്ച് വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 5:30-5:45 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും 5:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിങ്ങാണ്ട് വലിയുള്ളി ഇട്ട് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ എന്താ പറയുക കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ കൊണ്ടുള്ള മസാല ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആവിയിൽ വേവിച്ചിട്ടുള്ളതാണ്, കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൈ ആക്കിയിട്ടുള്ളതല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഫ്രൈ ആക്കിയത് കഴിക്കുമ്പോൾ നോമ്പ് 30 ദിവസം നമ്മുടെ വെറും വയറ്റിക്ക് അത്രയും ഫ്രൈ ആക്കിയത് ചെല്ലുമ്പോൾ എന്താ പറയുക
നമ്മളൊന്നും ആലോചിച്ച് നോക്കണ്ടേ അല്ലേ, എന്തെങ്കിലും കേട് പറ്റിയാലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തതും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ലതുമാണ് കേട്ടോ. നമ്മളുടെ വയറിനും വലിയ പ്രശ്നമൊന്നും വരില്ല. ഇനിയിപ്പോൾ അതാ അതിലേക്ക് വേണ്ടിയിട്ട് അത് ചിക്കനൊക്കെ ഇട്ടുങ്ങാണ്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. സാധാ മസാല കേട്ടോ, ചിക്കൻ ഇട്ടിട്ട് ഉള്ളി വാട്ടിങ്ങാണ്ട് നമ്മളിപ്പോൾ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്നപോലെ സമൂസയ്ക്കൊക്കെ ചിക്കൻ കൊണ്ട് മസാല ഉണ്ടാക്കില്ല അതുപോലെ. ഇനി അതിലേക്കുള്ള ബാറ്റർക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട, കുറച്ച് പാല്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എന്താ പറയുക മൈദ ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകൂടെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ മുട്ട ഞാൻ ഒരെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ കുറച്ച് മുഴുവൻ പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെയുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ അത് സ്റ്റീം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് എന്താ പറയുക പാത്രം ഇതിൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ ഇതാ ഒന്ന് എണ്ണ തേച്ച് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അയാനക്കുട്ടി ഞാൻ ഇത്രയും ദിവസം നോമ്പ് 4 വരെ ഞാൻ പൊരിച്ച കടികളാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്നാക്സ് ആയിരുന്നു കേട്ടോ. കാരണം അത്രക്ക് അയാനക്കുട്ടിക്ക് യുവാക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നോമ്പ് പറഞ്ഞതിന് എന്നെയും കൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നറിയില്ലേ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അറിയില്ലേ. ഇനിയിപ്പോൾ എന്താ പറയുക അതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുത്തില്ലേ, ഇനി അതിലേക്ക് നമ്മളുടെ ആ മസാല ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കാണില്ലേ നിങ്ങൾ, അതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഡ്ഡലി ഒക്കെ കോരി ഒഴിക്കൂലേ, അങ്ങനെ കോരി ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുക. അത് ഡിപ്പ് ചെയ്തോട്ടെ, എന്നാലും അതിൻ്റെ അടിയിക്കും ഇറങ്ങുള്ളൂ. വെന്തിട്ട് ഒന്ന് കുക്കായിട്ട് പിന്നെ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അതിന്മേൽ ടച്ചായി നിൽക്കൂല. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഇറങ്ങി നിന്നോളും. അപ്പോൾ മൊത്തം മസാലയും ഈ ഒരു 4 ട്രേയിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ നോർമൽ മറ്റേത് ഉണ്ടാക്കുമല്ലോ, ഇഡ്ഡലി വേവിച്ച് കൊടുക്കുമല്ലോ, സ്റ്റീം ചെയ്തെടുക്കൂലേ, അതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. ഇത് നിങ്ങൾക്കില്ലേ ഇപ്പോൾ ഈ പോള റെഡിയാക്കുമല്ലോ നമ്മൾ, ഇറാനി പോള, കായ്പോള അങ്ങനെയൊക്കെ റെഡിയാക്കുമല്ലോ, ഒരു ഒറ്റ കലത്തപ്പം പോലെ ആക്കിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ കാണാനൊന്നുകൂടെ ഭംഗിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ അത് അടച്ചു കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ജ്യൂസ് അടിക്കട്ടെ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേവുമൊക്കെ എന്നുള്ളൊക്കെ ഒരു ടൈം പേടിയുണ്ടാകുന്നു കേട്ടോ. പക്ഷേ സ്റ്റീം ചെയ്തെടുക്കൊണ്ട് പിന്നെ അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഓറഞ്ചാണ് കേട്ടോ ഇന്ന് ജ്യൂസാക്കി എടുക്കുന്നത്. അത് ഓറഞ്ച് ആവുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റിക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 6:20 ആവാനായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഓറഞ്ച് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് വരുമല്ലോ, അപ്പോൾ ലാസ്റ്റിക്ക് ഓറഞ്ച് ജ്യൂസാക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മളോട് സമൂസ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞിട്ടുണ്ടാകുന്നു ഇന്നലെ. അത് വേറൊന്നുമല്ല, സമൂസ ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിലാണോ ഫ്രീസറിലാണോ സൂക്ഷിക്കലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കാറ്, ഫ്രീസറിലൊന്നല്ല. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ക്ലീനിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലേ, നോമ്പും കൂടിയല്ലേ, ആകെ എന്താ പറയുക ടയേർഡാവും കേട്ടോ. ഞാൻ രാവിലെ വേഗം അങ്ങോട്ട് അടിച്ചുവാരലും തുടക്കലൊക്കെ അങ്ങനെ പെട്ടെന്നാണ് ചെയ്യും. അത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കലില്ല, വൈകുന്നേരം മാത്രമാണ് വീഡിയോ എടുക്കാൻ നിൽക്കാറ്. ആദ്യത്തെ 2-3 വീഡിയോസൊക്കെ നോമ്പിൻ്റെ വീഡിയോസൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ വ്യൂസൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡെയിലി ഇടുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് ഫീൽ ചെയ്യണോണ്ടാണോ എന്താണോ എന്നറിയില്ല, വ്യൂസ് വളരെ കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സും റെഡിയാക്കിയിട്ടുണ്ട്, ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക അതിന്ന് ഒന്ന് ചൂടാറിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ചൂടാറാൻ നിന്ന് കഴിഞ്ഞാൽ വാങ്ങി വിളിക്കും, അപ്പോൾ പിന്നെ വേഗം ചൂടാറാൻ നിൽക്കുന്നതിൻ്റെ മുമ്പേ അതിന്ന് അങ്ങ് വേറെടുത്തിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. സംഭവം കിഡു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വേറെടുത്തിങ്ങാണ്ട് എടുക്കാൻ കേട്ടോ. ഇതങ്ങനെ ഒരുപാട് കട്ടിയോ അതോ ഒന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇഡ്ഡലി തട്ടിൻ്റെ കുഴി എന്ന് പറയുന്നത് തീരെ കുഴിയില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ട് കനല്ലാത്ത സ്നാക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാണാൻ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടാക്കും ചെയ്യാം, അതുപോലെ കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച്
എന്താ പറയുക കട്ട്ലേറ്റ് ഉണ്ടാകുന്നു, അതും ഞാനൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്നാക്സിൻ്റെ റെസിപ്പി മറക്കണ്ട, ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. അപ്പോൾ അതിനിടയിൽ ഒരു 6 മണി കഴിഞ്ഞ് ഒരു 6:15 ആയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് മക്കൾക്ക് ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. മീഷോയിൽ ഓഫർ നടന്നിരുന്നല്ലോ, ആ ഒരു ടൈമിൽ ഓർഡർ ആക്കിയതാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള, സിമ്പിളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടാകുന്നത്. ഇത് അയാനക്കുട്ടിക്ക് ഓർഡർ ആക്കിയിട്ടുള്ളതായിരുന്നു. നല്ല തുണിയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സൈസ് കൂട്ടിയെടുക്കണമായിരുന്നു. ഞാൻ 3/4 കൊടുക്കേണ്ടത് 2/3 കൊടുത്തിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ചാൾക്ക് മുട്ടിൻ്റെ ഒരിത്തിരി മേലെ അങ്ങനെ ആയിട്ടാണ് നിൽക്കണം. എന്നാലും ചെറിയ മക്കളല്ല, അപ്പോൾ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അത്. അതുപോലെ തന്നെ അതിൻ്റെ തുണി നല്ല അടിപൊളി തുണിയാണ് ഇട്ട് കൊടുക്കാൻ. ഈ ചൂടിന് മക്കൾക്കൊക്കെ ഈ കുത്തിത്തറക്കണതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കും കൂടെ ഒരു സമാധാനം തരൂല പറയില്ലേ, കരഞ്ഞിട്ടും ഇതായിട്ടും. ഇനിയിപ്പോൾ അകത്തായിക്കോട്ടെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ ഇത് ആയിരിക്കും അവസ്ഥ. മാക്സിമം നമ്മൾ ഈ ഒരു ചൂടിന് അവർക്ക് ഈ കുത്തിത്തറക്കണതും ഭയങ്കരമായിട്ട് പൊന്തച്ച് നിൽക്കണ ഉടുപ്പുകളൊന്നും എടുക്കാതിരിക്കുക നല്ലത്. ഇങ്ങനെ ഉള്ള കാഷ്വൽ വെയേഴ്സ് ആകുമ്പോൾ അവർക്കും സുഖമാണ്, അവരെടുത്ത് നടക്കണം, നമുക്കും സുഖമാണ് കേട്ടോ. പിന്നെ അതാ അടുത്ത അയാനക്കുട്ടീൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതും അടിപൊളി തുണിയാണ് കേട്ടോ. അയാനക്കുട്ടിക്ക് ഇട്ട് നടക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു സുഖം, അവരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിടാൻ പറയില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു ഉടുപ്പും. പിന്നെ ഇത് ഇവാൻ്റെ ഉടുപ്പാണ്. അയാനക്കുട്ടിക്കൊരു 2 കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇനി രണ്ട് ഡ്രസ്സും കൂടെ വരാനുണ്ട് കേട്ടോ. ഇവാൻ്റെവും അയാനക്കുട്ടിൻ്റെ ഒരു കൂട്ടം കൂടെ വരാനുണ്ട്, അത് എത്തിയിട്ടില്ല. ഇത് ഇവാൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതും ഇവാക്ക് ഒരു മുട്ടുവരെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫ്രോക്കാണ് കേട്ടോ. ഉള്ളിൽ ഒരു വൈറ്റ് കുപ്പായം, പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു പുള്ളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവ ഇട്ടിട്ട് കാണാനും. അപ്പോൾ അതാ എന്താ പറയുക, ഇതിങ്ങനെ ഉള്ളിലാണ് കേട്ടോ വരിക, മുകളിലല്ല. ഇങ്ങനെയാണ് വരിക. അതിൻ്റെ മുകളിൽ ആ ഒരു ഷിമ്മി അങ്ങനെ ഇട്ടുങ്ങാണ്ട വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ താഴെ കമൻ്റ് ആക്കുക, ഞാൻ ലിങ്ക് വിട്ടുതരാം കേട്ടോ. ഇനിയിപ്പോൾ അതാ ബാങ്കൊക്കെ വിളിച്ചു, നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം എടുക്കാറില്ലേ എന്ന് ചോദിച്ചിരുന്നു. ഈത്തപ്പഴം ചില ദിവസങ്ങളിൽ മറക്കൂട്ടെ, കാരണം ഇതുവരെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കലില്ല. എപ്പോഴും നമ്മൾ നോമ്പ് ബാങ്ക് വിളിച്ചിട്ടാണ് എന്താ പറയുക വന്നിരിക്കാറ് കേട്ടോ. അതങ്ങനെ സംഭവിക്കാറ്, ബാങ്ക് വിളിക്കുന്ന ടൈമിൽ നമ്മൾ വന്നിരിക്കാറ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ഈത്തപ്പഴം എടുക്കാൻ മറക്കും. അപ്പോൾ പിന്നെ വെള്ളം അങ്ങനെ കുടിക്കും കേട്ടോ. അപ്പോൾ അയാനക്കുട്ടി അവിടെ ക്യാമറ നോക്കിങ്ങാണ്ട് ഓരോന്ന് കാണിക്കും ഇതാക്കൊക്കെ ചെയ്യണുണ്ട് കേട്ടോ. അവൾക്ക് സ്നാക്സ് നല്ല ഇഷ്ടമായിട്ടുണ്ടാകുന്നു കേട്ടോ. അത് ഇഷ്ടമായത് കാരണം അവൾ ഇന്ന് ജ്യൂസോ ഫ്രൂട്ട്സോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ആൾക്ക് ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു സ്നാക്സ് ഇഷ്ടപ്പെട്ടത് കാരണം ആളിന്ന് ജ്യൂസും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. മക്കൾക്ക് കഴിക്കാനാണെങ്കിലും ഭയങ്കര എന്താ പറയുക ഇഷ്ടമാകുകയും ചെയ്യും, ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് തുറന്ന ആദ്യം 2 ഗ്ലാസ് വെള്ളം അത് മസ്റ്റാണ് കേട്ടോ. അത് കുടിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും വേണമെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സ്നാക്സിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടൈമിലാണ് ബാങ്ക് കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ അവിടെ തന്നെ വെച്ചിങ്ങാണ്ട് വേഗം നോമ്പ് തുറന്നു. അപ്പോൾ ഇവാനെ ഭയങ്കര സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ അയാനക്കുട്ടി. പാത്രമൊക്കെ മുന്നിലേക്ക് നീക്കി കൊടുത്തുങ്ങാണ്ട് ഈ തിന്നോട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ 5ാമത്തെ നോമ്പും ഇവിടെ കഴിഞ്ഞൂലേ. ചൂടല്ലേ, എന്തായിരിക്കും നോമ്പിന് അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അതും ഓരോന്നായിട്ട് കഴിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ ടെൻഷന് ഇല്ല. ചൂടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക താങ്ങാനുള്ളൊരു ശേഷി കിട്ടുന്നുണ്ട് അല്ലേ നോമ്പെടുക്കണോണ്ട്. അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം കൂടെ ഞാൻ അതിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പാത്രം കഴുകണ ആ ഒരു ചകിരി ഉണ്ടല്ലോ, ഒരു വിധമല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ചകിരിയാണ് കേട്ടോ. അപ്പോൾ അത് 80 രൂപക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിന് 8 രൂപയ്ക്കായിട്ട് 10 എണ്ണം 80 രൂപക്ക് ഓർഡർ ചെയ്തതായിരുന്നു. നല്ല യൂസ്ഫുള്ളാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. പാത്രം കഴുകാനും കാര്യങ്ങൾക്കും ഒക്കെ
ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, അതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ കമൻ്റ് ആക്കുക. അത് ഞാൻ ഓർഡർ ആക്കിയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയൂല കേട്ടോ. ഇനിയിപ്പോൾ അതാ കൂട്ടാൻ അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം ഓത്തും എല്ലാതും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെയുള്ള ഈ കിച്ചണിൽ കയറൽ. ഇനി കൂട്ടാനൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. കറുകത്തൊക്കെ ഞാൻ നല്ലപോലെ ഉടച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം കേട്ടോ, ചോറിൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ആ കുക്കർ കഴുകി അതിൽ തന്നെ അരി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അതിലേക്ക്, എന്നാൽ പിന്നെ ചിന്തി പോകൂല. ഇനിയിപ്പോൾ അതാ ഇന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ചകിരി വെച്ചിട്ട് കഴുകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഭയങ്കര നല്ല നൈസാണ് കേട്ടോ. കയ്യിൽ നമുക്ക് പിടിക്കുമ്പോഴും ഇതാക്കുമ്പോഴും നമ്മൾ ആ എന്താ പറയുക കമ്പിച്ചകിരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ക്രാച്ച് വീഴും പാത്രത്തിൽ കൂടി. അതുപോലെ തന്നെ ഈ എന്താ പറയുക അതിൻ്റെ നൂല് പൊട്ടി പൊട്ടി പാത്രത്തിൻ്റെ ഇടയിൽ കൂടി ഇരിക്കും. പിന്നെ നമ്മളറിയാണ്ട് ഫുഡിൽ വയറ്റിൽ പോകും, അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ വരുമല്ലോ. പക്ഷേ ഈ ഒരു ഇതുകൊണ്ട് അതിൻ്റെ യാതൊരു പ്രശ്നമില്ല കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ട് പാത്രം കഴുകാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രം കഴുകലൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്